ഒരു കാലത്ത് ഈ കാടിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പലരും ഭയപ്പെട്ടിരുന്നു. സത്യമംഗലം. വർഷങ്ങളോളം ഈ കാടിനെ അടക്കി ഭരിച്ചിരുന്ന കാട്ടുകൊള്ളക്കാരനായ വീരപ്പനിലൂടെ ലോകമറിഞ്ഞ കാട്. ഇന്ന് അതേ സത്യമംഗലം കാടിന് നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ പേടിക്ക് പകരം പ്രകൃതിയുടെ അത്ഭുത സൗന്ദര്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് കോയമ്പത്തൂരിൽ നിന്ന് കർണാടകയിലേക്ക് സത്യമംഗലം വനത്തിന് നടുവിലൂടെ ഒരു തവണയെങ്കിലും യാത്ര ചെയ്താൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഓരോ യാത്രികന്റെയും പ്രിയപ്പെട്ട റൂട്ടായി മാറും ഇത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ വനപാതകളിൽ ഒന്നുകൂടെയാണ് സത്യമംഗലം ദിമ്പം ഘാട്ട് സെക്ഷൻ റൂട്ട്. പിന്നെ ഈ സത്യമംഗലം ടൈഗർ റിസർവാണ് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. വീരപ്പന് മാത്രം അറിയാവുന്ന ഈ കാടിന്റെ ചില ഭാഗങ്ങളിലായിട്ട് കൊള്ളയടിച്ചുണ്ടാക്കിയ പണം വീരപ്പൻ കുഴിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ബസ്സിൽ ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് നിന്നാണ് ഈ റൂട്ടിലൂടെയുള്ള ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല റൂട്ട് തന്നെയാണ് സത്യമംഗലം ഫോറസ്റ്റ് റൂട്ട്. അപ്പോൾ ഈ യാത്രയുടെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ മറക്കരുത്.